ഈ അടുത്ത കാലത്ത് വെറും 10 വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് കാണിക്കാൻ വരികയുണ്ടായി. ആ കുട്ടിക്ക് കൊളസ്ട്രോളിന്റെ അളവ് 300ന്റെ മുകളിലാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു ചെറിയ കുട്ടിക്ക് ഇത്രയും കൊളസ്ട്രോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ കുട്ടി അമിതമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ കൊളസ്ട്രോൾ ഈ രൂപത്തിൽ തുടർന്ന് പോവുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടിക്ക് എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം? നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ജനിതകപരമായി വരുന്ന ഒരു അസുഖമാണ് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ. ഏകദേശം 250ൽ ഒരാൾക്ക് എന്ന രീതിയിൽ ഈ അസുഖം കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ കൊളസ്ട്രോൾ തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ തന്നെ കൂടി വരും. ഇതിനു പുറമെ ഹൃദ്രോഗമുള്ള മാതാപിതാക്കളുടെ മക്കളിൽ പലർക്കും കൊളസ്ട്രോൾ കൂടി വരുന്നതായിട്ട് പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഈ അടുത്ത് വന്ന മറ്റൊരു പഠനത്തിൽ കണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, അമിതവണ്ണം കുട്ടികളിൽ 25% വർധനവ് ഉണ്ടായി എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും കൊളസ്ട്രോൾ കൂട്ടും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ പലരും പുറത്തിറങ്ങി കളിക്കാറൊന്നുമില്ല. എല്ലാവരും സ്ക്രീനിന്റെ മുമ്പിലാണ്, മൊബൈൽ ഫോണിന്റെ മുമ്പിലാണ്, ഗെയിമിന്റെ മുമ്പിലാണ്. പഠനങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളിൽ 40%-ലധികം പേർ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടിയിട്ട് കാണും എന്നുള്ളതാണ്. അതും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡ്സ് 35% ചീത്ത കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തുന്ന സമയത്ത് ഹോർമോണുകളിൽ വരുന്ന പല മാറ്റങ്ങളും കൊളസ്ട്രോളിന്റെ ബാലൻസിനെ മാറ്റിമറിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അമിതമായ വണ്ണവും ഒക്കെ കാരണം ഇതും കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ട്. ദിവസവും കുറച്ചു നേരെങ്കിലും കളിക്കുന്ന കുട്ടികളിൽ HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ 20%-ലധികം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്ക്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ തൈറോയിഡിന്റെ പ്രശ്നമുള്ള കുട്ടികളിൽ കൊളസ്ട്രോളിന്റെ അളവ് അമിതമായിട്ട് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. കൊളസ്ട്രോൾ കൂടുക എന്ന് പറയുന്നത് പ്രായപൂർത്തിയായവർക്ക് മാത്രമല്ല, കുട്ടികളിലും ഇപ്പോൾ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട്